ചേരുന്നത് രാധാകൃഷ്ണനാണ് വൈറ്റിലയിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, ഇന്നിപ്പോൾ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പറയുന്നത് 4 രൂപ 92 പൈസയ്ക്ക് കിട്ടിയിരുന്ന വൈദ്യുതിയുടെ കരാർ കഴിഞ്ഞ KSEBിയുടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് KSEB റദ്ദാക്കിയതാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിക്ക് കാരണം എന്നൊക്കെയാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ നിലപാടാണോ ഈ പ്രതിസന്ധിക്ക് കാരണം, അതോ ഈ സർക്കാരിന് പരിഹാരം കാണാൻ കഴിയാത്തതാണോ? രണ്ടുമുണ്ട്. കഴിഞ്ഞ സർക്കാരിനും ഇതിനൊരു ഇതുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ വന്ന സർക്കാരിനും. കാരണം ഉപയോഗം കൂടുതലാണ്. ഉപയോഗം കൂടുതലെന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ ഒക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോ തന്നെ ഹോട്ടലുകൾ വരെയും ഈ മറ്റേ ഇലക്ട്രിക് ഇതാക്കി. എന്ന് പറഞ്ഞ പോലെ ഇൻഡക്ഷൻ കുക്കർ ഒക്കെ വീടുകളിൽ ഉപയോഗിക്കാൻ തുടങ്ങി. ആളുകൾക്ക് പേടിയായി, ഇനിയും കിട്ടാനുണ്ട്. രണ്ടാമത് യുദ്ധം തുടങ്ങിയപ്പോൾ ആളുകൾക്ക് പേടിയായി. കാരണം അങ്ങനെ ഉപയോഗം വളരെ കൂടുതലാണ്. പിന്നെ ഇതിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സർക്കാർ ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫാൻ കിടന്ന് കറങ്ങണതാണ്, സീറ്റിൽ ആളുണ്ടാവൂല. അതിങ്ങനെ കിടക്കും. നമ്മളവിടെ വെയിറ്റ് ചെയ്താൽ ആ ഫാൻ മാത്രം കറങ്ങല. ഇപ്പൊ എന്ന് പറയുള്ളൂ. ഫാൻ ഇവര് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്യുന്ന പരിപാടിയില്ല. അത് പോലീസ് സ്റ്റേഷനാണെങ്കിൽ ഇത് തന്നെയാണ് കേസ്. പോലീസ് സ്റ്റേഷൻ, കടമ്പ്ര പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ നേരെ കയറി വന്ന വഴിക്ക് ഒരു SI ഇരിക്കുന്നുണ്ട്. ആ റൂമിൽ ഫുൾ ടൈം ഇങ്ങനെ കറങ്ങി കിടക്കും ഫാനൊക്കെ. ഇത് ഇവരൊന്നും ഓഫ് ചെയ്യണ പരിപാടിയൊന്നുമില്ല. ഇവർക്കൊന്നും യാതൊരു ഇതുമില്ല. അവിടെ കറങ്ങും, പോയാൽ മാറ്റിയിടും. ഇത് തന്നെയാണ് പരിപാടി. സ്വിച്ച് ഓഫ് തൊടണ പരിപാടിയൊന്നുമില്ല. പിന്നെ മിക്കയിടത്തും സ്വിച്ചും ഒക്കെ കംപ്ലൈന്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കണായിരിക്കും. അപ്പൊ ഇതിലൊക്കെ കുറെ ഇതില്ലാണ്ട് നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ വീടുകളിൽ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും കട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പവർ കട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ സമയത്തിന് പവർ കട്ട് ഇപ്പൊ 2 പ്രാവശ്യമൊക്കെ കട്ടാവുന്നുണ്ട്, 2 പ്രാവശ്യമൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വളരെ ഇത് തന്നെ. ഇപ്പൊ മഴയും കുറവാണ്. മഴ കുറഞ്ഞുകൊണ്ട് ഇനിയും നമ്മൾ എങ്ങനെ വരുമെന്ന് അറിയാം. ഇപ്പൊ ഈ കരാറ് വെച്ചിട്ടുണ്ട്, വെക്കണുണ്ട്. അത് എന്ന് നടപ്പാവും, എങ്ങനെ നടപ്പാവും എന്നുള്ളതൊന്നും യാതൊരു ഇതൊന്നുമില്ല. പറച്ചില് മാത്രമാണ്. നമുക്കൊരു വ്യക്തതയൊന്നും ആർക്കും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ തന്നെയാണ് ഇത് പോണെങ്കിൽ, മഴയും കുറവാണെങ്കിൽ നമ്മൾ ഇരുട്ടിലേക്ക് പോകാൻ സാധ്യത ചെയ്യണോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം. കുടിക്കാൻ തന്നെ വെള്ളം കിട്ടാത്ത അവസ്ഥയിൽ നിന്ന് അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത്. പക്ഷെ ഇതൊരു നിർദ്ദേശം കൊടുക്കേണ്ടത് സർക്കാർ. പാവം ജനങ്ങളെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ നികുതിപ്പണം മേടിച്ചിട്ട് അവര് ദൂത്തടിക്കണേണ് അവിടെ ഇരുന്ന്. അപ്പൊ അത് എന്തായാലും എല്ലാ ഓഫീസിലും ഉണ്ട് ഇത്. ഏത് ഓഫീസിൽ കയറി ചെന്നാലും കാണാം നമുക്ക്. ആ രീതിയല്ല. നമ്മൾ വീട്ടില് ഇപ്പൊ ഉപയോഗത്തിന് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോകുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യും, ഇത് ചെയ്യും. ഇത് പല സ്ഥലങ്ങളിൽ AC വരെയും അങ്ങനെ കിടക്കണേ. AC ഓഫീസ് വരെ അല്ല, അത് വരും ദുരുപയോഗം ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനകത്തൊക്കെ ഒരു മാറ്റം തന്നെ ഒന്ന്. ഈ ഇലക്ട്രിക് വണ്ടികളുണ്ട്. ഇലക്ട്രിക് വണ്ടി ഇപ്പൊ എല്ലാവരും രാത്രിയൊക്കെ കുത്തിയിടും. ഇലക്ട്രിക് വണ്ടികൾ എടുത്തേക്കണം. അവർ പെട്രോളിന്റെയും പ്രശ്നം കൊണ്ട് അങ്ങനെയും വരും. ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ സ്വാഭാവികമായും ആളുകൾ വൈകുന്നേരം വന്നായിരിക്കും കുത്തിയിടുന്നത്. അതൊക്കെ അവർക്ക് ഒരു പരിധിക്കപ്പുറമൊക്കെ ഒഴിവാക്കാനൊക്കെ പ്രയാസമായിരിക്കും പലപ്പോഴും. സർക്കാർ അങ്ങനെ പറഞ്ഞാലും ആളുകൾ അവരുടെ പ്രായോഗികത കൂടി പരിഗണിച്ചായിരിക്കും തീരുമാനങ്ങളൊക്കെ എടുക്കുക. ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തായാലും കേരളത്തിന് ശീലമില്ലാതിരുന്ന ഒരു കറണ്ട് കട്ടിലേക്ക് കേരളം ഇപ്പോൾ എത്തപ്പെടുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? പുതിയ പദ്ധതികളും എത്രയോ നാളായിട്ട് കൊണ്ടുവരുന്നില്ല. പ്രധാനമായിട്ടെന്ന് വെച്ചാൽ ബിജു പ്രഭാകർ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ചെയർമാനായിട്ടിരുന്ന സമയത്ത് റെഗുലേറ്ററി കമ്മിറ്റി എന്ന് വെച്ചാൽ ഒരു പൊതുപരിപാടി വെള്ളയമ്പലത്ത് വെച്ചപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഫണ്ടില്ല, ഇലക്ട്രിസിറ്റി ബോർഡിന് പുതിയ പദ്ധതിക്ക് ഫണ്ടില്ല, സർക്കാർ എന്ന് വെച്ചാൽ ഫണ്ട് തരുന്നുമില്ല, ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പോകാനേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ അങ്ങേര് പരസ്യമായിട്ട് പറഞ്ഞു. പ്രധാനമായിട്ടും സാർ നമുക്കിപ്പോ എന്ന് വെച്ചാൽ വെള്ളം ഇല്ലാത്ത സ്ഥലമായ, ശരിക്കും പറഞ്ഞാൽ പുഴകളോ ഒന്നും ഇല്ലാത്ത സ്ഥലമായ തമിഴ്നാട്ടിൽ അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാറ്റാടി യന്ത്രത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കി 200 യൂണിറ്റ് വരെ ഓരോ കുടുംബം ഒന്നിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. സാർ അത് നമുക്ക് ഇവിടെ നടപ്പിലാക്കാൻ പറ്റും സാർ. നമുക്ക് ആവശ്യമുള്ള മലയുണ്ട്, പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ തീരമുണ്ട്. പക്ഷെ ഇതിനൊന്നിനും തന്നെ ഫണ്ടില്ല. ഈ അവസ്ഥയിലാണ് സാർ മുമ്പോട്ട് പോകുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കമ്പനി അല്ലെങ്കിൽ സർക്കാർ ഇതിനകത്തൊരു മാറ്റം വരുത്തിയിട്ട് പുതിയ പദ്ധതി നമ്മുടെ ഇവിടെ കേരളത്തിൽ കാറ്റാടി ഉപയോഗിച്ച് ഇനി സൗകര്യമുണ്ട്. ശ്രീ ചന്ദ്രൻ നായർ, നമുക്ക് കാറ്റാടി ഉപയോഗിച്ച് കേരളത്തിൽ കറണ്ട് ഉണ്ടാക്കുന്നതിന് പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതൊരു വ്യാപകമായി കേരളത്തിലൊരു ബദൽ മാർഗമായി എടുക്കാൻ പറ്റുന്ന ഒരു ഭൂപ്രകൃതിയുള്ള സ്ഥലമല്ല കേരളം. അത് പല തവണ ശാസ്ത്രീയമായ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് കാറ്റാടി യന്ത്രം വയ്ക്കുന്നതിനെ പറ്റി പഠിക്കാൻ പോയതാണ് അദ്ദേഹം. എവിടെയാണ്? കടൽ തീർത്ത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കറങ്ങുകയും വൈദ്യുതി കിട്ടുകയും. സാർ ഫണ്ട് വേണം സാർ. അതിന് നല്ല ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ. ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിന് ഫണ്ടില്ല, സർക്കാരിനും ഫണ്ടില്ല. അപ്പോ ഇപ്പൊ വന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ന് വെച്ചാൽ 1-2 കരാറുകൾ അവിചാരിതമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റുമൂലം 1-2 കരാറുകൾ നഷ്ടപ്പെട്ടു. ഇപ്പൊ നിലവിൽ എന്താണെന്ന് വെച്ചാൽ അവർ ചോദിക്കുന്ന പൈസ കൊടുത്ത് കറണ്ട് വാങ്ങുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥ.
അപ്പോ ഇപ്പോഴത്തെ സർക്കാർ എന്താണെന്ന് വെച്ചാൽ ഈ 12, 13, 15 രൂപയ്ക്ക് എന്ന് വെച്ചാൽ കറണ്ട് വാങ്ങാനായിട്ട് ഒരല്പം മടിക്കുന്നു. 2 രൂപ 3 രൂപയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വരുവേ ഈ പൈസ കൊടുത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് സാർ. നമ്മൾ തന്നെ തനതായിട്ട് നമുക്ക് അതിനുള്ള സംവിധാനം ഉണ്ട് സാർ. അത് ചെയ്തേ പറ്റുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ ഇത് ചെയ്താൽ മാത്രമേ പിടിച്ചിരിക്കാൻ പറ്റൂ. കേരളത്തിനകത്തെന്ന് വെച്ചാൽ ഇപ്പൊ ഈ വരുന്ന ഓണക്കാലത്ത് എന്തായാലും നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ മോഹനാണ്. മോഹനൻ ചോറ്റാനിക്കരയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ മോഹനൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടാണ് ഇപ്പോൾ കേരളം ഇങ്ങനെ കരണ്ട് പോയി ഇരുട്ടത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. അതായത് ഇപ്പോഴത്തെ സർക്കാരിന്റെയോ കഴിഞ്ഞ സർക്കാരിന്റെയോ ഒന്നും ഒരു കുഴപ്പമില്ല. അതൊക്കെ രാഷ്ട്രീയമായിട്ട് പറഞ്ഞതാണ്. ഇത് എൽനിനോ പ്രതിഭാസം നമ്മുടെ കേരളം മാത്രമല്ല, ഓൾ വേൾഡിൽ നടക്കുന്ന പ്രതിഭാസമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ കേരളത്തിൽ ഇപ്പൊ തൽക്കാലം വൈദ്യുതി എന്തെങ്കിലുമൊക്കെ വന്നാലും ഇതൊന്നും ശാശ്വത ബദൽ പരിഹാരമൊന്നുമല്ല. ഈ കാറ്റാടി ഫാം ഒന്നും ഒരു ബദൽ പരിഹാരമേ അല്ല. ഇതിന് ഒരു സോഴ്സുള്ള ഒന്നല്ലേ അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതി നടപ്പാക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ തമിഴ്നാടിന്റെ കേരള ബോർഡറിലുള്ള കൂടംകുളം വൈദ്യുതി ആണവ നിലയം, അതിന് എന്തെങ്കിലും അണുവീരണോ അപകടം സംഭവിച്ചാൽ അതിന്റെ നല്ലൊരു ഭാഗം അപകടം കേരളം സഹിക്കണം. പക്ഷെ നമുക്ക് കറണ്ട് കിട്ടുമില്ല. അത് അന്ന് സമരം ചെയ്ത് ആൾക്കാർ തടഞ്ഞു, ഓർക്കണില്ലേ? പിന്നെ ഇനിയിപ്പോ ആകെ ഒരു സോഴ്സ് ഞാൻ കാണുന്നല്ല, ഈ മാധ്യമങ്ങൾ പറയുന്നത് കണ്ണൂർ ചീമേനിയിൽ വഴി നമുക്കൊരു ആണവ നിലയം സ്ഥാപിക്കാം, അതിനുള്ള സ്ഥല സൗകര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ ക്രിയാത്മകമായ കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയം വിട്ട് ഇതിലേക്ക് പ്രവർത്തിച്ചാൽ മാത്രമേ ഭാവി കേരളം പ്രകാശപൂരിതമാകുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഇപ്പൊ എന്തുണ്ടെങ്കിൽ കുറച്ച് പണമൊക്കെ കൂടുതൽ 10 യൂണിറ്റിന് 1 യൂണിറ്റ് 10 20 വെച്ച് കൊടുത്താലും തൽക്കാലത്ത് ഇപ്പൊ ലോകകപ്പൊക്കെ നടന്നു പോകും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.